ലതയ്ക്ക് എന്താ പാട്ടിനോട് ഇത്ര വലിയ കമ്പം? ഇതും തൂക്കിയാണല്ലോ നടപ്പ്. വീട്ടിൽ തോൺ ചെയ്താൽ ചേട്ടൻ ദേഷ്യപ്പെടും. അത് കൊള്ളാം. ലതയുടെ ചേട്ടൻ എന്താ സംഗീത വിരോധിയാണ്? എങ്കിൽ അങ്ങേരൊരു സ്ത്രീ വിദ്വേഷിയായിരിക്കും തീർച്ച. മോഹനന്റെ ചേട്ടനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാതെയും അറിയാതെയും ആരെ പറ്റി അഭിപ്രായം പറയരുത്. മോഹൻ എന്താ ജ്യോത്സ്യനാണോ? ജ്യോത്സ്യനല്ല, പക്ഷെ അതാണ് മനഃശാസ്ത്രം. കുഞ്ഞേ വല്ലതും തരണേ. ഇയാൾ ഇവിടെ എത്തിയോ? ശല്യം. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് കുഞ്ഞേ എന്റെ ജോലി. എടോ, ഇന്നലെ തന്റെ വലതുകാലിലായിരുന്നല്ലോ ഞൊണ്ടൽ, ഇന്നത് ഇടതുകാലിലായോ? അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മുടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതായതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്തങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്ത് മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാൽ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല. പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടൻ, മോഹൻ പോയിക്കോളൂ. ചേട്ടൻ നീ എന്താ ഇവിടെ? കുറച്ച് കൂട്ടുകാരികളുമായി വന്നതാ. ചേട്ടൻ വരുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതി വന്നു. വരൂ. അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല. പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും എന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലേ ചേട്ടാ? സുധ ഓഫീസിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ വന്നോളാം. അതെന്തിന്? നമ്മൾ രണ്ടുപേരും ഒരേ
നേരെ വഴിക്ക്. ശരിയാണ്. പക്ഷേ നമ്മൾ തനിച്ച് യാത്ര ചെയ്യുന്നതല്ലേ ശരി? അതെ, അതാണ് ശരി. ഹലോ സാർ. യെസ് സാർ. ഓക്കെ സാർ. ഓക്കെ സാർ. താങ്ക് യു. ഇന്ന് ലേറ്റ് ആണല്ലോ സുധാമേ. കുറച്ച് ലേറ്റായി. ഗോപി സാർ അന്വേഷിച്ചു. അങ്ങോട്ട് ചെല്ലു. സാറ് കാണുന്ന മാതിരിയൊന്നും അല്ല. ദേഷ്യം വന്നാൽ ആളാകെ മാറും. ലേറ്റായി വരുന്നത് സാറിന് തീരെ ഇഷ്ടമല്ല. വേഗം ചെല്ലു. സാർ ക്ഷമിക്കണം, ലേറ്റ് ആയിപ്പോയി. ഒരു ബസ് നിർത്താതെ പോയി, അതുകൊണ്ടാ. ഇനി വൈകി വരില്ല സാർ. സുധയാണോ വൈകിയത് അതോ ഞാനോ? ഇരിക്കൂ. മെസ്സേഴ്സ് വില്യം കൊഡാക് ആൻഡ് സൺസ്, ജൻപത്ത് റോഡ്, ബോംബെ 33. ഡിയർ സേഴ്സ്. May we come in, sir? Yes, come in. നമസ്കാരം സാർ. എന്താ ജാഥയായി എല്ലാരും കൂടി? പണിമുടക്കോ പ്രതിഷേധമോ മറ്റോ ആണോ? അയ്യോ, സാറുള്ളടുത്ത് പണിമുടക്കും. സാറ് പണിമുടക്കിയാലും ഞങ്ങൾ പണിമുടക്കിയല്ല. സാർ, എല്ലാ വർഷവും ഇവിടുന്ന് എല്ലാവരും പിക്നിക്കിന് പോകാറുണ്ടല്ലോ. ഇപ്രാവശ്യം നെയ്യാർ ഡാമിൽ പോകാനാണ് പ്ലാൻ. നല്ല കാര്യം. എന്നാണ്? നാളെയാകുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും. ശരി, നാളെ തന്നെ ആകട്ടെ. അപ്പൊ എനിക്ക് സൗകര്യമായിരിക്കും. എല്ലാവരും ഫാമിലിയായി പോകുന്നല്ലേ, അപ്പോ ശമ്പളത്തിൽ നിന്നൊരു അഡ്വാൻസ്. അതൊക്കെ മിസ്റ്റർ രാജൻ തന്നെ ഏറ്റെടുത്തോളൂ. അഡ്വാൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തേക്കൂ. ശരി ശരി സാർ. സുധയും കൂടി വരണം. വരാം സാർ. മിസ്റ്റർ മോഹനെയും കൊണ്ടുവരണം. എനിക്ക് പരിചയപ്പെടാമല്ലോ. കൊണ്ടുവരാം സാർ. ഞാൻ വരില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് അവർക്ക് എന്നെ കാണുമെങ്കിലും ചെയ്യട്ടെ. നിന്റെ ഭർത്താവെന്ന നിലയിൽ എന്നെ ഇനി ആരും കാണണ്ട. ഒരിക്കൽ വിവാഹപ്പന്തൽ വെച്ച് കാണേണ്ടവരൊക്കെ കണ്ടല്ലോ, അത് തന്നെ ധാരാളം മതി. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തു? സ്വയം ചോദിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നാ മനസ്സിലാക്കണ്ട. എന്താ സുധയെ തനിച്ച്? ഒന്നുമില്ല. ഇരിക്കൂ. മിസ്റ്റർ മോഹൻ വന്നില്ലേ? ഇല്ല. എന്തു പറ്റി? സുധയുടെ കുടുംബജീവിതത്തെപ്പറ്റി ഞാൻ ചോദിക്കുമ്പോഴെല്ലാം സുധ ഒഴിഞ്ഞു മാറുന്നു. എന്തൊക്കെയോ ഇതിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. സുധയുടെ കഥ കേൾക്കാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം, പക്ഷേ ആഗ്രഹമുണ്ട്. സുധയുടെ വേദനയെങ്കിലും പങ്കിടാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. എന്റെ ദുഃഖം ഞാൻ സാറിന് കൂടി പങ്കിടണോ? എനിക്കതിഷ്ടമാണ്. എങ്കിൽ പറയാം. അമ്മാവിന്റെയും അമ്മാവിയുടെയും ആഗ്രഹവും നിർബന്ധവുമാണ് ഞാൻ മോഹൻ ചേട്ടനെ വിവാഹം കഴിക്കണമെന്ന്. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഒടുവിൽ എല്ലാ ആഗ്രഹങ്ങളും ഒതുക്കി വെച്ച് ഞാൻ വിവാഹത്തിന് തയ്യാറായി. ആഘോഷപൂർവ്വം വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ
നാളെ കാലത്ത് വരാൻ പറയൂ. അയാൾ പോകുന്നില്ല. എന്തോ അത്യാവശ്യ കാര്യമാണ്, കണ്ടേ മതിയാവൂന്ന് പറയുന്നു. സുധേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. പാല് കുടിച്ചില്ലല്ലോ, തണുത്തു പോവും. പാല് തണുത്താലും കുടിക്കാം, പക്ഷെ ഇത് ചീത്തയായി പോയി. ചീത്തയായ പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ, എന്താ, എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ചോദ്യം പലതവണ ഞാൻ ചോദിച്ചു. ഇന്നേ വരെ മോഹൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സുധേ, നമ്മുടെ പഴയ പ്രേമബന്ധമായിരിക്കുമോ അതിന് കാരണം? എനിക്കറിഞ്ഞൂടാ. ആയിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ കുറ്റക്കാരൻ ഞാനാണല്ലോ. അല്ല, നമ്മൾ എന്ത് കുറ്റം ചെയ്തു? തമ്മിൽ കണ്ടു, പ്രേമിച്ചു. അതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായില്ലല്ലോ. പ്രേമം കുറ്റമാണോ സാർ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ, സാറിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയും എന്നെ സാറെന്ന് വിളിക്കണം. അതാണ് സൗകര്യം. പിന്നെ ശരി, സുധയുടെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. സാർ ഭാര്യയെ കൊണ്ടുവന്നില്ലല്ലോ. വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. ഭാര്യ എവിടെയാണ്? എവിടെയോ ആണ്. അതെന്താ സാർ അങ്ങനെ? എന്താ പങ്കമ്പിള്ളേ, പോകാമോ?